ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ ഇന്നലെ ഞാൻ ഞണ്ടൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വാങ്ങി ഫ്രിഡ്ജിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. എന്താണ്, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് താഴെയുള്ള ആരോ മാർക്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതായത് എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. എല്ലാ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറേ പറഞ്ഞ് ലാഗ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഞണ്ടിൽ പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഞണ്ടിൻ്റെ ചെറിയ കാലും കൈകളെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം എടുക്കലുണ്ട് കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഞണ്ട് കുറേ കാണണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഞണ്ടാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ അവിടെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് എവിടെ ഞണ്ട് കിട്ടിയാലും എനിക്ക് കൊണ്ടുതരും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഞണ്ട്. പിന്നെ ഒരു മഴയെല്ലാം കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോൾ ഈ ഞണ്ട് കയറുമല്ലോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറയും വെറുതെ വീട്ടിലിരിക്കണ്ട, പോയി ഞണ്ടിനെ പിടിച്ചിട്ട് എന്നിട്ട് അങ്ങനെ അച്ഛൻ കുറേ പിടിച്ചു കൊണ്ട് തരലുണ്ട് കേട്ടോ. ആ ഞണ്ടിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ. ചാലത്തെ ഞണ്ടോ പുഴഞ്ഞുണ്ടോ അങ്ങനെ എന്തോ അറിയില്ല എനിക്ക് ശരിക്കും. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. നല്ലോണം ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി, ആ ഉള്ളീൻ്റെ സൈഡിൽ എന്താ ഒരു കറുപ്പ് കളർ, ഞാനിപ്പോഴാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ 2 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 3 തക്കാളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വഴണ്ടി വരുന്ന സമയത്ത് വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കറിച്ചട്ടിയൊന്നും എടുത്തിട്ടില്ല. എനിക്ക് മടിയായി. കറിച്ചട്ടിയെല്ലാം കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല, ഒറ്റക്കെല്ലാം ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളെല്ലാം ഈസി വേയിലൂടെ സഞ്ചരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കണം. നിങ്ങൾ വിചാരിക്കും ഞാനൊന്നായി മറിക്കുന്നതിന് വെള്ളമാണ് കേട്ടോ, എണ്ണയൊന്നല്ലേ. അങ്ങനെ കുറച്ച് പാട്ടെല്ലാം പാടിയിട്ടല്ലേ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. കാരണം എൻ്റർടൈൻമെൻറ്റ് നമുക്ക് പ്രധാനമാണ്. അതുകൊണ്ട് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിക്കുന്നത് കുറേ സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കണോ? വേണ്ട, കടുക് പൊട്ടിക്കണ്ട അല്ലേ. എനിക്ക് എപ്പോഴും കടുക് പൊട്ടിക്കാൻ ഇഷ്ടമൊന്നുമല്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടുക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ വെറുതെ കടുക് മാത്രം കറിയിൽ നിർത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് കടുകാണെന്ന് എനിക്ക് ഇഷ്ടമേ ഇല്ല. എന്താണെന്നറിയില്ല, പ്രത്യേകതരൊരു വിനോദമാണ് ഗൈസ്. അങ്ങനെയൊക്കെയാണ് ഞാൻ. പക്ഷെ ഞാൻ ഇന്ന് കടുക് പൊട്ടിക്കുന്നുണ്ടല്ലേ, ഞാൻ ചെന്ന് കടുക് പൊട്ടിച്ചിട്ടില്ലാണ്. കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് കടുക് ഇട്ടെടുക്കാം. ഇവിടെ പൊട്ടിക്കോട്ടെ. കടുകുറ ദെൻ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മാറി നിന്നില്ലെങ്കിൽ നമ്മളെ മുഖത്ത് പണി കിട്ടും. പിന്നെ കുത്തുകളൊക്കെ വരും. അവിടെ മാറി നിൽക്കട്ടോ. കയ്യിലൊക്കെ കുറേ പൊട്ടിത്തെറിക്കുന്നുണ്ട്. വീഡിയോക്ക് വേണ്ടി മാത്രം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാട്ടോ മെയിനായിട്ട് ഇടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടാൻ അതായിരിക്കും നല്ലത്. എനിക്ക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും മണം ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആരൊന്നും വിചാരിക്കരുത് ഗൈസ്, ഞാൻ ഇങ്ങനെയാണ്. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വേണ്ടി വരും കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞു തരണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അങ്ങനെ ഇളക്കി കൊടുക്കുക. മിക്സിട്ട് വെള്ളമാക്കി ഇത് കുറച്ചൊന്ന് വാടിക്കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് സ്പീഡിൽ ഇളക്കാം. ഞാൻ സ്പീഡിൽ എടുക്കുന്നതെല്ലാം ഞാൻ 2x ഇട്ടതാട്ടോ. എന്താ ചെയ്യല്ലേ. അങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ഉള്ളി ഒന്ന് വാടി വരണം കേട്ടോ. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നിങ്ങൾ കാണിക്കുന്നില്ല. എൻ്റെ സീക്രട്ടൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് അധികം കാണിക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് തക്കാളി നല്ലോണം ഉടയണം കേട്ടോ. തക്കാളി ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉടച്ചെടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യമുള്ളവരെ ആരെങ്കിലും വിചാരിച്ചിട്ട് ആ വഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉടച്ചെടുക്കാം. പിന്നെ അതേപോലെ തന്നെ നേരത്തെ എടുത്തു വെച്ച പൊടീൻ്റെ അതേ കണക്കിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അടച്ച് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം നമുക്ക് ഈ ഞണ്ടിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സിട്ട് വെള്ളമാക്കി കൊടുക്കാം. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞണ്ട് വേവാനായിട്ടുള്ള വെള്ളം മാത്രം കുറച്ച്
കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, നല്ലോണം ഒഴിക്കണ്ട. എന്നാലേ ഇതുപോലെ വരണ്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഞണ്ട് കറിയുടെ സെറ്റായിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. കുറച്ച് നല്ല കളറെല്ലാം ഉണ്ട്. നല്ല കാശ്മീരി മുളക് പൊടി ഇട്ട് ഇതിനേക്കാളും നല്ല കിട്ടുകിട്ട പളപള തിളങ്ങുന്ന കറി ആയിട്ടുണ്ടാവും. അപ്പം അടുത്തതായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സെക്ഷനാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഉള്ളിയല്ലേ, ഉള്ളിക്ക് ആ ഞണ്ടിൻ്റെ ഒരു ടേസ്റ്റ്. അത് സത്യത്തിൽ വലിയ ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞണ്ട്. നല്ല ഇഷ്ടമുണ്ട്. സൂപ്പർ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ചോദിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, ലവ് യു, ബൈ ബൈ.